ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എന്തെല്ലാമുണ്ട് വിശേഷം? ഇന്ന് കുറച്ച് തിരക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചേട്ടൻ്റെ പെങ്ങന്മാരും അനിയനും നമ്മളെല്ലാവരും കൂടി ഇന്ന് വൈകുന്നേരം ഇവിടെ കൂടാമെന്ന് വിചാരിച്ചേ. അവർ ഉത്സവത്തിന് വന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഫുഡ് ഉണ്ടാക്കലും തിരക്കും പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറികളൊക്കെ ആയി. അപ്പോഴാണ് പിന്നെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം കേട്ടോ ഈ വീഡിയോയിലുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കറികളെന്ന് പറയുമ്പോൾ നമ്മൾ പാവയ്ക്കത്തിയിലും പച്ചടിയൊക്കെ ആക്കിയിട്ടുണ്ട്, മീൻ കറിയാക്കി, പിന്നെ ചിക്കൻ വരട്ടി വെച്ചു. അപ്പോൾ എല്ലാം കൂടി വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നാൽ നേരം പോകുമല്ലോ, തന്നെയാണുള്ളത്. അപ്പം ചേട്ടയുണ്ട് കേട്ടോ സഹായത്തിന്. ചേട്ടയാണ് പച്ചക്കറിയൊക്കെ അരിഞ്ഞിരുന്നത്. അപ്പോൾ ചേട്ടയെന്ന് പറഞ്ഞു തന്നാൽ പിന്നെ ഇന്ന് അവിയൽ നല്ല പൊടി പോലെ ഉണ്ടാക്കണം, അല്ലാതെ പച്ചക്കറി പുഴുക്കുപോലെ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ പച്ചക്കറികളൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്മി, പച്ചമുളകാണ് കേട്ടോ എരിവിന് കൂടുതൽ ചേർത്തേക്കുന്നത്. അതൊക്കെ റെഡിയാക്കി നമ്മൾ അടുപ്പിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടി പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഞങ്ങൾ വേഗം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. തോരൻ വെക്കാൻ നോക്കുമ്പോൾ വഴുതനങ്ങയാണ് കേട്ടോ ഉള്ളത്. അപ്പം വേറെ ആർക്കും അത്ര പ്രിയമില്ലാത്തതുകൊണ്ട് ഒരു തോരൻ വേണ്ടേ എന്നുള്ളതിൽ ഞാൻ ശകലം വഴുതന വേഗം അരിഞ്ഞ് തോരൻ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അവിയലിൻ്റെ കൂട്ടാണ് കേട്ടോ. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ജീരകം കേട്ടോ. മുളക് 2 ചേർത്തിട്ടുള്ളൂ. നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പച്ചക്കറി വേവാൻ വെക്കുമ്പോഴേ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിയലിലേക്ക് പുളിയെല്ലാം ചേർത്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്കും തൈരാണ് ഒഴിച്ചത്, അതുകൊണ്ട് ശക്കലം കുഴഞ്ഞു പോയി. അത് കഴിഞ്ഞായിട്ട് ഇവിടെ പായസത്തിൻ്റെ പണിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ പായസമൊക്കെ റെഡിയായി. അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അടപ്രഥമൻ ഉണ്ടാക്കുമ്പം നമ്മൾ അട നമ്മുടെ വെള്ളത്തിൽ വരട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് വരട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കുപ്പി നെയ്യോളം ചേർത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാൻ വേണ്ടി വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിൽ നമ്മളങ്ങ് വറുത്തിടും. ഇതിൽ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല കേട്ടോ. പായസത്തിലൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നല്ലതാണ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ പുള്ളിക്കാരി ലച്ചൂട്ടിക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ ചേർത്തിട്ടില്ല. മുന്തിരിങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിങ്ങ ചേർക്കുമ്പോൾ നല്ല മുന്തിരിങ്ങ നോക്കി ചേർക്കണേ. ചില മുന്തിരിങ്ങയ്ക്ക് അപ്പടി പുളിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ല മുന്തിരിങ്ങയും ചേർത്ത് നമ്മൾ വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇന്ന് കറി വെച്ചത് പാവയ്ക്കത്തിയിലും പച്ചടി, സാമ്പാർ, തോരൻ, അവിയൽ, പിന്നെ മീൻകറിയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറിയിൽ ചിക്കൻ പെരട്ട് പോലെ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടയ്ക്ക് എല്ലാവരും കൂടെ വരുമ്പം ഒരു നേരം ഇവിടെ കൂടും, ഒരു നേരം ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിൽ കൂടും. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ ചാനലിലിടുന്നത് വളരെ കുറവാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ മടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എങ്കിൽ പോലും ഞാൻ കൃത്യനിഷ്ഠയില്ലാതെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിലിടുന്ന ആളായിരുന്നു. ഞാനൊരു 10 പേര് പോലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്കിന്ന് എൻ്റെ ചാനലിൽ അംഗീകരിച്ചൊരു 1500 പേര് സബ്സ്ക്രൈബേഴ്സ് 1.5K ആയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം, വളരെ സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ എന്താ പറയുക, ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെല്ലാം ഫുഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.